നമസ്കാരം. ജ്യോതിഷത്തെ മനസ്സിലാക്കുക എന്ന വീഡിയോ സീരീസിൻ്റെ 2ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തുടങ്ങാം. നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന നവഗ്രഹങ്ങളെ അറിയുവാനുള്ള യാത്ര. ജ്യോതിഷത്തിൻ്റെ ആദ്യപടി ഇവിടെ. നവഗ്രഹങ്ങളെ മനസ്സിലാക്കുക, സ്വന്തം ജീവിതത്തെ കൂടുതൽ വ്യക്തതയോടെ കാണുക. ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് നവഗ്രഹങ്ങളെയാണ്. സൂര്യൻ, ചന്ദ്രൻ, കുജൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു ഇവകളാണ് നവഗ്രഹങ്ങൾ. ഗുളികൻ അഥവാ മാന്നി എന്ന ഉപഗ്രഹത്തിനും ജ്യോതിഷത്തിൽ സുപ്രധാനമായ പങ്കുണ്ട്. ഈ ഗ്രഹങ്ങളുടെ സ്ഥാനവും സഞ്ചാരവുമാണ് ഒരു വ്യക്തിയുടെ ഭൂത, വർത്തമാന, ഭാവി ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ ഉടനീളം നവഗ്രഹ ക്ഷേത്രങ്ങൾ കാണുന്നതിൻ്റെ കാരണം അവയ്ക്ക് അത്രത്തോളം പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു. സപ്തഗ്രഹങ്ങളിലെ മറ്റുള്ള ചന്ദ്രൻ, കുജൻ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി എന്നിവ സൂര്യപ്രകാശത്താൽ പ്രകാശിക്കുന്നു. രാഹു, കേതുക്കൾ ഇരുട്ടാൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇവകൾ പുറകിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഗുളികനാകട്ടെ ചന്ദ്രനെ പോലെ ഭൂമിയോടൊപ്പമാണ് സൂര്യനെ വലം വയ്ക്കുന്നത്. പുരുഷൻ, സ്ത്രീ, നപുംസകം എന്നിങ്ങനെ 3 ലിംഗഭേദങ്ങൾ ഗ്രഹങ്ങൾക്കും ഉണ്ട്. സൂര്യൻ, ചൊവ്വ, വ്യാഴം ഇവ പുരുഷഗ്രഹങ്ങളാണ്. ചന്ദ്രൻ, ശുക്രൻ, രാഹു ഇവ സ്ത്രീഗ്രഹങ്ങളാണ്. ബാക്കി ബുധൻ, ശനി, കേതു എന്നിവ നപുംസകങ്ങളാണ്. ഈ ഗ്രഹങ്ങൾ എല്ലാം തന്നെ അന്തരീക്ഷത്തിൽ അദൃശ്യമായ ഒരു ദീർഘ വൃത്തവലയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ജ്യോതിഷത്തിൽ ഇതിനെ രാശിചക്രമെന്നും ഇതിന് ആധാരമായ മണ്ഡലത്തിന് രാശി മണ്ഡലം എന്നും പറയുന്നു. ഗ്രഹസ്വഭാവങ്ങൾ, ഗുണങ്ങൾ, ദിക്കുകൾ, കാലങ്ങൾ, രത്നങ്ങൾ, ലോഹങ്ങൾ, രസങ്ങൾ, വൃക്ഷലതാദികൾ, കാലാദികൾ, ബന്ധുകാരകത്വം, ഗ്രഹത്തിലെ നവഗ്രഹസ്ഥാനങ്ങൾ, നിറങ്ങൾ, വസ്ത്രങ്ങൾ, കിരണങ്ങൾ, തത്വങ്ങൾ, ശത്രുമിത്രാദികൾ, ദൃഷ്ടികൾ, മൂലത്രികോണ രാശികൾ, ഉയരങ്ങൾ, അവസ്ഥകൾ, കാരകത്വങ്ങൾ ഇവയെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതായുണ്ട്. അടുത്ത ഭാഗത്തിൽ നമുക്ക് അവയിലേക്ക് കടക്കാം. അടുത്ത വീഡിയോയിൽ കാണാം.